ഹല്ലേലൂയ. ഭാഗ്യപ്പെട്ട മക്കളാണ് നമ്മൾ, അനുഗ്രഹിക്കപ്പെട്ട മക്കളാണ്. അത് കഥയല്ല കേട്ടോ, വലിയൊരു അനുഗ്രഹമാണിത്. സഭയെന്ന് ഈശോയുടെ ഭൗതിക ശരീരം. ഓരോ ആത്മാവും എന്താ അറിയാവോ, ഈശോയുടെ ചോരയാണ്. ഈശോയുടെ ചോര വീഴാതെ ഒരു ആത്മാവിനെ സ്വന്തമാക്കാൻ ഈശോയ്ക്ക് പറ്റില്ല. ഓരോ കുർബാനയിലിരിക്കുന്നത് ഈശോയുടെ ശരീരവും രക്തമാണ്. ദ ബ്ലഡ് ആൻഡ് ബോഡി ഓഫ് ക്രൈസ്റ്റ്. സോ ഈശോയുടെ രക്തമാണ്, ഈശോയുടെ ശരീരമാണ് ഓരോ ആത്മാവും. അപ്പോൾ ഈശോയാണ് നമ്മുടെ കൂടെയുള്ളത്. അതുകൊണ്ട് എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ അവൻ ജീവിക്കും, അവനെ ഞാൻ അവസാനം ഉയർപ്പിക്കും. കാരണം എന്തുകൊണ്ടാണ് ഈശോ ഉയർപ്പിക്കുന്നു പറയാൻ കാരണം? ബിക്കോസ് ദെയർ ഈസ് ദ ബോഡി ആൻഡ് ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഈശോയുടെ ശരീര രക്തം നമ്മളിൽ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഉയർപ്പിക്കുന്നു പറയുന്നത്. പ്രസലോഷ്. അതുകൊണ്ട് ഈ ശരീരരക്തം കൊണ്ട് വില, അത് സാധാരണ വിലയല്ലത്, സാധാരണ വിലയല്ല. അതുകൊണ്ട് ഒരു ദിവസം പോലും മുടങ്ങാതെ ഈശോയുടെ ശരീരത്തെ ഭക്ഷിക്കണം. ഞാൻ പറയും, ഫറവോയ്ക്കും ഈ ഇസ്രായേൽ ജനത്തിനുണ്ടായൊരു വ്യത്യാസമായി. ഇസ്രായേൽ ജനം ഈ ചെങ്കടലിൽ കടന്നതിൻ്റെ കാരണം എൻ്റെ വിശ്വാസം കിടക്കുന്നത്, വിശ്വാസങ്ങളിൽ ഞാനൊരു ആത്മീയമായിട്ട് ഒരു വഴിയിലൂടെ ധ്യാനിക്കുന്ന കേട്ടോ. അതായത് അവർ ഈ പെസഹ ഭക്ഷണം കഴിച്ചിരുന്നു. പ്രസലോഷ്. ഈ പെസഹ ദൈവം പറഞ്ഞ പുളിപ്പില്ലാത്ത അപ്പം, കാളക്കട, അത് ഇവർ ഭക്ഷണം കഴിച്ചിരിക്കുക. അത് സ്വർഗീയമായപ്പോൾ ഈശോ പറഞ്ഞ ദൈവവചനം, അത് മോശയിലൂടെ കൊടുക്കും. അപ്പോൾ അത് കഴിച്ചിരുന്നുകൊണ്ടാണ് ഈ ചെങ്കടലിൽ കടന്നങ്ങ് പോകാൻ പറ്റിയത്. പ്രസലോഷ്. അപ്പോൾ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ചെങ്കടൽ തന്നെ അങ്ങ് മാറും. പ്രസലോഷ്. മരണം അങ്ങ് മാറിത്തരും. ഫറവോയ്ക്കും സൈന്യത്തിനും പറ്റിയ പ്രശ്നം എന്താ? അവർക്കിതില്ല. പ്രസലോഷ്. അവർ സ്വീകരിച്ചിട്ടില്ല വിശുദ്ധ കുർബാന, കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ അവർ പങ്കുപറ്റിയിട്ടില്ല. അതുകൊണ്ട് അവർ ചെന്നപ്പോഴത്തേക്കും മരണമായിട്ട് തന്നെ മുൻനിൽക്കുക, അവർക്ക് അടക്കാൻ പറ്റില്ല. അതുകൊണ്ട് മരണത്തെ തോൽപ്പിക്കുന്ന നമ്മളെല്ലാവരും കേട്ടോ. പ്രസലോഷ്. 100% നമ്മളെല്ലാവരും. അതുകൊണ്ടാണ് ഈശോയിലുള്ള വിശ്വാസത്തിൻ്റെ പവർ, ഈശോയുടെ ശരീരവും രക്തവും, അതുകൊണ്ടാണ് ഭക്ഷിക്കുന്നത്, പാനിച്ചത്. പ്രസലോട് ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ഈ പഴയ നിയമം നമ്മൾ ധ്യാനിച്ച്, ഞാൻ പഴയ നിയമം ഏറ്റവും മനോഹരം അറിയോ, ഈ സാക്ഷ്യപേടകം അല്ലെങ്കിൽ വാഗ്ദാന പേടകം സംഭവമുണ്ട്. ഈ വാഗ്ദാനം ശ്രദ്ധിച്ചാൽ അത് ഈ ഹെബ്രായ ലേഖകം പറയും, മനോഹരമായിട്ടത് പറയുന്നത്. ഈ വായിച്ചുകൊണ്ട് പറയാം, അതെങ്കിൽ നല്ല രസമാണത്. ഹെബ്രായ 6:4-1 മുതൽ വായിച്ചു തുടങ്ങാം. ആദ്യത്തെ ഉടമ്പടി അനുസരിച്ച് തന്നെ ആരാധനവിധികളും ഭൗമികമായ വിശുദ്ധ സ്ഥലവും ഉണ്ടായിരുന്നു. ദീപപീഠവും മേശയും കാഴ്ചയപ്പവും സജ്ജീകരിക്കപ്പെട്ടിരുന്ന പുറത്തെ കൂടാരം വിശുദ്ധ സ്ഥലമെന്ന് വിളിക്കപ്പെടുന്നു. രണ്ടാം വിരിക്കകത്തുള്ള കൂടാരം അതിവിശുദ്ധ സ്ഥലം എന്ന് അതുകൊണ്ട് നമ്മൾ ഈ വിരിക്കിടുമ്പോൾ അതിൻ്റെ അർത്ഥം കേട്ടോ, അതിവിശുദ്ധ സ്ഥലം. അത് തിരിച്ചറിയാൻ വേണ്ടി അടയാളങ്ങളും പ്രതീകങ്ങളും ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും മനസ്സിലാകാൻ പറ്റത്തില്ല. പ്രസവാഷം. അടയാളങ്ങൾ സഭ തരുമ്പോൾ അതിനെ നമ്മളത് തമാശയായിട്ട് കണ്ടേക്കരുത്. പരിശുദ്ധാത്മാവിൻ്റെ അടയാളങ്ങൾ, അതിനെ നമ്മൾ വളരെ ഗൗരവമായിട്ട് എടുക്കണം. പ്രസലോഷ്. എന്നിട്ട് പറയാണ്, രണ്ടാം വിരിക്കകത്തുള്ള കൂടാരം അതിവിശുദ്ധ സ്ഥലം എന്ന് വിളിക്കപ്പെടുന്നു. അതിൽ സ്വർണം കൊണ്ടുള്ള ധൂപപീഠവും എല്ലാ വശവും പൊന്നു പൊതിഞ്ഞ വാഗ്ദാന പേടകവും ഉണ്ടായിരുന്നു. പൊന്നു പൊതിഞ്ഞ വാഗ്ദാന പേടകം ഒരു പെട്ടിയാണ്. അത് ശരിക്കും ഒരു പൊന്നു പൊതിഞ്ഞിരുന്നു പറഞ്ഞ പ്രസലോ. ഈ സ്വർണം പൊതിഞ്ഞു എന്നല്ല, പൊന്നു പൊതിഞ്ഞ അത്രയും അവരതിനെ കാണുന്ന അത്ര മാത്രം. അപ്പോൾ ഈ വാഗ്ദാന പേടകം എന്താണ്? അതിനകത്ത് 3 കാര്യങ്ങൾ. ഒന്ന്, മന്ന വച്ചിരുന്ന സ്വർണ്ണ കലശം. മന്ന, സ്വർഗീയ മന്ന, സ്വർഗത്തിൽ നിന്ന് പെയ്തു വീഴുന്ന ആ മന്നയുണ്ടല്ലോ, അതിൻ്റെ ഒരു ഭാഗം എടുത്തിട്ട്, ഒരു അപ്പക്കഷ്ണം അതെടുത്തിട്ട് ഇവർ ഇതിനകത്ത് വെച്ചിരുന്നു. അത് പരിശുദ്ധ കുർബാനയുടെ അടയാളമാണ്. പരിശുദ്ധ കുർബാനയാണത്. അത് സ്വർണ്ണം, അത് വെച്ചിരുന്നത് വചനം പഠിക്കുമ്പോൾ കാണാൻ പറ്റേ. ഈ സ്വർണം കൊണ്ടുള്ള ഇതൊരു കലശം, നല്ല അത് ശുദ്ധ സ്വർണം കൊണ്ട് നിർമ്മിച്ചൊരു പാത്രത്തിനകത്തെ. രണ്ടാമത് അവിടെ കണ്ടുമുട്ടുന്നത് 10 കൽപ്പനയുടെ കൽപ്പലകം. 10 കൽപ്പന, 10 കമാൻഡ്മെൻറ്റ്സ്. മൂന്നാമത് അഹ്റോൻ്റെ തളർത്ത വടി. കാരണം അഹ്റോൻ്റെ പൗരോഹിത്യത്തെ കുറേ പേരങ്ങ് എതിർത്തേ. ഇത് അഹ്റോനെയും ദൈവവും തിരഞ്ഞെടുത്തോന്നു, ഇത് വെറുതെ തട്ടിപ്പും വെട്ടിപ്പും അതാണല്ലോ. അപ്പോഴത്തേക്കും ദൈവം ഒരു വലിയ അടയാളം കാണിച്ചു. അപ്പോൾ അവരുടെ ശ്രേഷ്ഠന്മാരിൽ അവരുടെ വടികൾ ഇങ്ങനെ കൊണ്ടുവന്ന് ഈ ദേവാലയത്തിൽ വെക്കുന്ന, ഇവരുടെ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് വെക്കുന്ന സംഭവമുണ്ട്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ അഹ്റോൻ്റെ വടി തളിർത്ത് ഇങ്ങനെ ബദാം പഴങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റി. അപ്പോൾ പറഞ്ഞുകൊണ്ട് ഉണങ്ങിയൊരു വടി കൊണ്ട് വെച്ചത്, അത് പിറ്റേ ദിവസം അനുഗ്രഹമായിട്ട് പോകും. അപ്പോൾ പറഞ്ഞു അഹ്റോനെ ദൈവം തിരഞ്ഞു. അതിൻ്റെ അടയാളം അത് ശരിക്കും എന്നറിയാവോ? പൗരോഹിത്യം. അത് അപ്പസ്തോല വരവാണിത്. അതാണ് നമ്മുടെ മെത്രാന്മാരിന്ന് ഉപയോഗിക്കുന്ന വടി. അത് വെറുതല്ല, അത് ദൈവം കൊടുത്തിരിക്കുന്ന അധികാരമാണത്. അത് തമാശയായിട്ട് എടുക്കരുത്.
അത് ആത്മീയ അധികാരം അവർ ദൈവം നിക്ഷേപിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് ഈ 3 കാര്യം, അതാണ് യഥാർത്ഥ സഭ. 1 പരിശുദ്ധ കുർബാന, 2 ദൈവവചനം, 3 അപ്പസ്തോലിക വരം, അധികാരം. മെത്രാന്മാർ, മാർപ്പാപ്പ, മെത്രാന്മാർ നിൽക്കുന്ന സംഭവം. അപ്പം അതാണ് പഴയ നിയമത്തിൽ പുരോഹിതർ ഇതാണ് വഹിച്ചു കൊണ്ടുപോകുന്നത്. അപ്പം ഇത് പോകുമ്പോൾ ദൈവ സാന്നിധ്യം ഇതിൻ്റെ നിഴല് വിരിച്ചിരുന്ന് പറയുന്നുണ്ട്. ദൈവ സാന്നിധ്യം വന്നിട്ട് ഈ സാക്ഷ്യപേടകത്തിൻ്റെ മേലുണ്ടായിരുന്നു. ഇവർ പോകുമ്പോൾ വലിയൊരു മേഘക്കൂട് വന്നിട്ട്, ഇന്നലെ അച്ഛനത് പറഞ്ഞത്, മേഘം വന്നിട്ട് ഇതിനെ പൊതിഞ്ഞുകൊണ്ടു. അപ്പം അതിൻ്റെ തണലിലാണ് ഇസ്രായേൽ ജനം പോകുന്നത്. ഇസ്രായേൽ ജനത്തിന് തണൽ കിട്ടുന്നത് മേഘമാണ്. ഈ മേഘം നിൽക്കുന്നത് ഈ 3 കാര്യങ്ങളുടെ മുകളിലാണ്. ഈ സാക്ഷി പൊന്നുകൊണ്ട് പൊതിഞ്ഞ് ഇത് വിശ്വാസത്തിൻ്റെ വഴിയെ മക്കളെ. ലോകത്തിലെ യുക്തിവാദികൾക്കോ നിരീശ്വരവാദികൾക്കോ ഇതൊന്നും മനസ്സിലാക്കാനാവില്ല. അവരോട് നമ്മൾ തർക്കിക്കാൻ പോകണ്ട. അവരോടൊന്നും ഇതൊരു ആധ്യാത്മിക രഹസ്യമാണിത്. അതിനെ ഭയഭക്തിയോടെ ബഹുമാനിക്കാൻ പഠിക്കുക. അതാണ് വിശ്വാസി അതാണ് ചെയ്യുന്നത്. സഭ പഠിപ്പിക്കുന്ന വിശ്വാസ സത്യങ്ങളെ മുറുകെ പിടിക്കുന്നവനാണ് വിശ്വാസി. പ്രൈസ് ദി ലോർഡ്. അല്ലാണ്ട് എല്ലാം എൻ്റെ യുക്തിക്ക് നിരക്കുമെങ്കിൽ മാത്രമേ ഞാൻ സ്വീകരിക്കുന്നു, അവൻ വിശ്വാസിയല്ല. പ്രൈസ് ദി ലോർഡ്. യുക്തിക്ക് നിരക്കുന്നില്ല, അത് വിശ്വാസത്തിൻ്റെ ഒരു തലമാണ്. അത് വേറത്തിൽ യുക്തി ഉണ്ട്, പക്ഷെ അത് നമുക്ക് കാത്തിരിക്കണം, പഠിക്കണം. ആ ആഴങ്ങളിലേക്ക് പോകാതെ ഒരു പെരിഫറലായിട്ട് നമ്മളൊന്ന് പോയിട്ട്, അതുകൊണ്ട് നമ്മളിപ്പം ഹല്ലേലൂയ സ്തുതി, അത് ആ ആത്മീയതയും നമ്മൾ ആഴമുള്ള സഭയുടെ ഹൃദയത്തിലോട്ട് ഇറങ്ങി, അത് ശരിക്കും എന്താണോ ആഴത്തിലേക്ക് ഇറങ്ങിപ്പോകണം. അതാണ് ഞാൻ പറഞ്ഞത്, സഭയിൽ ജീവിക്കുക, പരിശുദ്ധ ദൈവം. അവൻ നമ്മുടെയൊക്കെ ഈ ഇടവകൾ മുഴുവൻ തന്നെ ഞാൻ പറയും, എൻ്റെ ഈശോയിൽ ഞാൻ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതാണ് എല്ലാ ദിവസവും എല്ലാവരും ദേവാലയത്തിൽ വരുന്ന ദിനമുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അത്രമാത്രം ബലിപീഠത്തെയും സഭയെ സ്നേഹിക്കുന്ന ഒരു തലമുറ ഉണ്ടെങ്കിലുണ്ടല്ലോ, നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരെണ്ണം നശിച്ചു പോകില്ല, ഒരെണ്ണത്തിന് പിശാച് കൊണ്ടുപോകത്തില്ല. ഒരു കുഞ്ഞും മദ്യത്തിനോ ഡ്രഗ്സിനോ അശുദ്ധ ബന്ധങ്ങൾക്ക് പോകില്ല. അവനെ ദൈവം കാത്തുകൊള്ളും. അതാണ് നമ്മുടെ മാതാപിതാ. അതൊന്ന് മാറിപ്പോകരുത്. അതുകൊണ്ട് നമ്മൾ ഇതിനൊത്തിരി കയറി വരണം. അതുകൊണ്ട് ഈ ധ്യാനത്തിൻ്റെ പരിണിത ഫലമെന്ന് വെച്ചാൽ നമ്മുടെ കുടുംബം, നമ്മുടെ ഇടവപ്പള്ളി, നമ്മുടെ ഓരോരുത്തരുണ്ട് ഓരോ ഇടവ് മെത്രാൻ കൂദാശയിൽപ്പെട്ടിരിക്കുന്ന സഭ കൂദാശയിരിക്കുന്ന ബലിപീഠമുള്ള ദേവാലയം, അവിടെ നമ്മൾ പറയും. അപ്പോൾ ഇവിടെയാണ് ഈ 3 കാര്യം. ഒന്ന് വീണ്ടും പറയും, പൊന്നുകൊണ്ട് പൊതിഞ്ഞ സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ, ഈശോയേ നന്ദി, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പം ഇത് നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കണം. അതുകൊണ്ട് സഭയുടെ അധികാരത്തെ ചോദ്യം ചെയ്യുമ്പോൾ അതിന് കൂട്ടുനിന്നേക്കരുത്. പരിശുദ്ധ കുർബാനയെയും സഭയുടെ പ്രബോധനങ്ങളെയും കൂദാശകളെയും പരിഹസിക്കുന്ന സഭ, അത് വിശ്വസിച്ചേക്കരുത്. വചനം തന്നെയുള്ളവരുണ്ടോ അപകടകാരികൾ, അതല്ല. ഇത് 3 വേണം. ഇത് 3 ഉള്ളത്, അതാണ് സത്യസഭ. ആ സഭയിലാണ് നമ്മൾ ആയിരിക്കേണ്ടത്. അതിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് അനുഗ്രഹങ്ങൾക്ക് മേൽ അവിടെയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം എന്ന് പറയും. അത് നമ്മൾ വിശ്വസിക്കണം. ഈ നാളുകളിൽ സഭയുടെ വളർച്ച, ഇതൊരു എക്സ്റ്റേണൽ ഗ്രോത്ത് അല്ല, നമ്മൾ ഭൗതികമായ വളർച്ചയല്ലത്. ഇതാണ് ആത്മീയ വളർച്ച. അറിഞ്ഞ് സ്നേഹിച്ച് മുന്നോട്ട് പോകുക. സ്ഥലം പറഞ്ഞേ ഹല്ലേലൂയാ. ഇത് വരുമ്പോൾ തന്നെ നമ്മുടെ കുടുംബത്തിൽ സമാധാനം, ഏറ്റവും കൂടുതൽ സമാധാനം എന്താ? നമ്മളും കർത്താവിൻ്റെ സഭയിലെ ഒരു കുടുംബമാണ്. നമ്മളും ആ സഭയിലൊരു കുടുംബമാണ്. ഈശോ മിശിഹായുടെ സഭയിലെ കുടുംബമാണത്. ഓരോ കുടുംബവും അതിന് തണൽ വരാൻ ഭാഗ്യം കിട്ടിയില്ലേ? അതാണ് ആ ശ്രേഷ്ഠമായ വിളിയുണ്ടല്ലോ. ആ വിളിയോർത്ത് ദാവും പകലും നന്ദി പറയാൻ തയ്യാറാകണം. അവിടെ വിശുദ്ധ സ്ഥലവും ദീപപീഠവും, അവിടെ ശരിക്കൊരു ദീപപീഠങ്ങളുണ്ട്. ഈ രാവും പകൽ അവരിങ്ങനെ തിരികത്തിച്ചു. ശരിക്കും അത് എനിക്ക് ഒരു ബോധ്യം, അത് സഭാപിതാക്കന്മാരുടെ പഠനങ്ങൾ പറയുന്നുണ്ട്. അല്ലെ ഒരു ദീപപീഠം ശരിക്കും അത് പരിശുദ്ധ അമ്മയാണെന്നാണ് പറയുന്നത്. പരിശുദ്ധ അമ്മയുടെ അമ്മയുണ്ട് അവിടെ. അവിടെ എല്ലാ ബലിപീഠത്തെങ്കിലും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വേറുന്നുണ്ട്. അപ്പോൾ ഈ നാൾ അപ്പം പറയും, അച്ഛാ അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ ഈ നാളുകൾ സഭ ഇത്രയും വരാൻ കാരണം ചില സമയത്ത് ജനത്തിന് ഫെയ്ത്ത് കുറയും. പ്രസലോഷ് ഫെയ്ത്ത് ഇതിങ്ങനെയൊക്കെ ഉള്ളതാണ്, അതൊക്കെ തട്ടിപ്പാണിത്. അപ്പോൾ അങ്ങനെ ഒരു സമയങ്ങളും പരിശുദ്ധാത്മാവ് വരങ്ങൾ വെളിപ്പെടുത്തിയിട്ട് സഭയിലേക്ക് കൃപ ഒഴുക്കിക്കൊണ്ട് വീണ്ടും ജനത്തെ അത് ഇറങ്ങിപ്പോകുന്നതിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ദൈവം അവർക്ക് ഫെയ്ത്ത് ദൈവം കൊടുക്കുന്നതിന് അനുഗ്രഹം. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. ചില കുടുംബങ്ങളൊക്കെ മാനസാന്തരപ്പെടുന്നത്, ചില മിറക്കൾ നടന്നതോടെ ആ കുടുംബം മുഴുവൻ സഭയിൽ നിന്നൊക്കെ പോയത് മുഴുവൻ തിരിച്ചു വന്ന് ദേവാലയത്തിലേക്ക് തിരിച്ചു വരുന്നത് അത്ഭുതങ്ങളാണ്. കാരണം കിട്ടുന്നില്ല, തനിയെ കയറി വരാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ഈ പരിശുദ്ധാത്മാവ് ഇപ്പോൾ ഇങ്ങനെയുള്ള ശുശ്രൂഷകളുടെ ഹീലിംഗ്, അല്ല ഡെലിവറൻസ്, ദുഷ്ടാരൂപികളുടെ ഡെലിവർ, അല്ലെങ്കിൽ വലിയ അത്ഭുതം നടക്കുന്നു. അവർക്ക് വലിയൊരു അത്ഭുതം നമ്മുടെ ആലയത്തിൽ നടന്ന സംഭവം പറയാൻ ഈ സമയത്ത് ഓർമ്മിക്കുക. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ.
ഒരു 10-17 വയസ്സ് പ്രായമുള്ള ഒരു മകളെയും കൊട്ടിക്കൊണ്ട് അപ്പനും അമ്മയും കൊണ്ട് വരികയാണ്. ഈ മോക്കൊരു പ്രത്യേക രോഗം, കണ്ണിന് 2 കണ്ണിന് രോഗം വന്നു. ഒരു കണ്ണിന് ഒരു പ്രത്യേക രോഗം വന്നിട്ട് കണ്ണങ്ങ് പഴുക്കാൻ തുടങ്ങി. കൃഷ്ണമണി മുഴുവൻ പഴുത്തിട്ട് ഇതിങ്ങ് പുറത്തോട്ട് ചാടി, ഇടത് കണ്ണ. എന്നിട്ട് താഴോട്ട് ചാടി, ശരിക്കും പറഞ്ഞാൽ ഒരു നേരെ തൂങ്ങിക്കിടക്കുകയാണ്. ഈ കൊച്ചുമായിട്ട് ഇവർ പോകാൻ ആദ്യം നമ്മുടെ ഇടുക്കി തന്നെയുള്ള നമ്മുടെ മെഡിക്കൽ കോളേജിൽ ആശുപത്രി കൊണ്ട് ഡോക്ടറെ കാണിച്ചു. പലയിടങ്ങളും ഇവർ കൊണ്ട് കാണിച്ചു. ഈ കൊച്ചിൻ്റെ സൗഖ്യമൊന്നുമില്ല. ഒരു സ്ഥലം ഡോക്ടർമാർ പരിശോധിച്ച് പറഞ്ഞു കൊച്ചിൻ്റെ ഇടത് കണ്ണ് മുഴുവൻ കാഴ്ച പോയി, ദ്രവിച്ചു പോയെന്നാണ്, ഇങ്ങനെ അഴുകിപ്പോയി. അത് വലത് കണ്ണിനെയും ബാധിച്ചെന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ ക്രിട്ടിക്കലായിട്ട് നിൽക്കുകയാണ്. അവരങ്ങ് തകർന്നപ്പോഴാണ് ഇവർ പ്രാർത്ഥിക്കാനായിട്ട് അവിടെ വരുന്നുണ്ട്. അപ്പോൾ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ, സെൻറ്ററിൽ വന്നപ്പോൾ ഈശോ പറഞ്ഞു ഈ വ്യക്തി ഇതിനെ അപ്പോൾ ഈ കൊച്ചിങ്ങനെ ഒരു ടവൽ വെച്ച് കണ്ണിങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കണ്ടപാട് കൈ മാറ്റാൻ പറഞ്ഞു. അപ്പോൾ അപ്പനും അമ്മയും കൂടെ കരയുക, വാവിട്ട് കരയുക. അപ്പം ഞാൻ ശരിക്കും ഒരു വെളുത്തൊരു ബോളേ ഉള്ളൂ കരുതി കൊച്ചിൻ്റെ കണ്ണിന്. അത് അത്രേ ഉള്ളൂ, ഇങ്ങനെ ശരിക്കും തൂങ്ങി കിടക്കുക. അപ്പോൾ ഈശോയുടെ നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഹോളി വാട്ടർ എടുത്തങ്ങ് തളിച്ചു, കുരിശ് വരച്ചു. ഈശോയുടെ നാമത്തിൽ എന്ന് പറഞ്ഞു, ഈശോയുടെ നാമത്തെങ്ങനെ പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഞങ്ങൾ വിശ്വസിക്കുകയില്ല, എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് പറഞ്ഞു കഴിയുകയും ഈ കുഞ്ഞിൻ്റെ കണ്ണിലേക്ക് കർത്താവിൻ്റെ കൃപയും ഒഴുകിയിട്ട് ഈ കുഞ്ഞിൻ്റെ കണ്ണങ്ങ് അഭിഷേകത്തിലായിട്ട് തിരിച്ചു വരഞ്ഞ് പരിപൂർണമായിട്ട് ഞങ്ങൾ നോക്കി നിൽക്കുമ്പോൾ ഇതൊരു 5-8 മാസമായിട്ട് ചികിത്സ കൊണ്ടിരിക്കുന്നതാണ്. 5-8 അപ്പോൾ ഞങ്ങൾ നോക്കി നിൽക്കുമ്പോൾ താഴോട്ട് തൂങ്ങിക്കിടന്ന ഈ കണ്ണ് തിരിച്ച് കയറി പഴയ പൊസിഷനിൽ കയറി ഇരുന്ന് പൂർണ്ണമായിട്ട് ഒരു വലിയൊരു നേരെ കണ്ട കാര്യം, നേരെ അനുഭവിച്ച കാര്യം. നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല കേട്ടോ. കഴിഞ്ഞ വർഷം നമ്മുടെ കാഞ്ഞിരപ്പള്ളി രൂപത കൺവെൻഷൻ നടക്കുമ്പോൾ അവസാനത്തെ ദിവസം അഭിയന്ന പിതാവ് വചനം കൊടുത്തിട്ട് ഇറങ്ങിയപ്പോൾ അടുത്ത ക്ലാസ്സിൽ കയറാൻ തുടങ്ങുക. അപ്പോഴാണ് എൻ്റെ അടുത്തൊരു സാക്ഷ്യം കൊണ്ടുവന്ന് ഒരു ശുശ്രൂഷകൻ തന്നു. അച്ഛൻ ഒരു സാക്ഷ്യം തന്നു, വായിച്ചു നോക്കാം. വായിച്ചപ്പോൾ ഞാൻ പേടിച്ചു പോയി. പ്രൈസ് ദി ലോർഡ്. സാധാരണ സാക്ഷ്യത്തെക്കാളൊക്കെ കടന്നു പോകും സാക്ഷിയാണ്. അതായത് ഒരു ഫാമിലി, അവർക്ക് മക്കളില്ല, 27 വർഷം മക്കളില്ലാത്ത കുടുംബം. ഞാൻ പിന്നെ അന്വേഷിച്ചപ്പോൾ അവർ പറയുന്നത് അവൾക്ക് 52 വയസ്സ് കഴിഞ്ഞു, അവന് 55 വയസ്സ് കഴിഞ്ഞു. ഇവരെ അനുഗ്രഹം കിട്ടുമെന്ന് ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ഈ അപ്പനും അമ്മയും കൂടെ അണക്കര വന്നിട്ട് ധ്യാനം കൂടി, നന്നായിട്ട് അവിടെ ധ്യാനം കൂടി നമ്മളൊന്നുകൊണ്ട് കുമ്പസാരിപ്പിക്കും കേട്ടോ. നമ്മുടെ അച്ഛന്മാർ, ഇവിടുത്തെ അച്ഛന്മാരെല്ലാം ഒത്തിരി സഹായിക്കുന്നു, അവരൊക്കെ ഹാർഡ് വർക്ക് ചെയ്യുന്നു. വളരെ അത് എത്ര നന്ദി പറഞ്ഞാൽ എനിക്ക് പോയില്ല. അതുപോലെ നമ്മുടെ ഹരഞ്ചുമാർ അച്ഛന്മാർ വന്നിട്ട് അത്ര ത്യാഗം എടുത്തുകൊണ്ട് കൊണ്ട് ഒരുപാട് ഉത്തരവാദിത്തങ്ങളൊക്കെ ഇട്ടെറിഞ്ഞിട്ട് വന്നിട്ടാണ് ഈ കുമ്പസാരിപ്പിക്കുന്നത്. ആ കുമ്പസാരം കഴിയുമ്പോൾ തന്നെ ഹീലിംഗ് ഒത്തിരി ഉണ്ടാവുക. അപ്പോൾ അന്ന് അവർ പറയും, അച്ഛൻ തലയൊക്കെ വെച്ചിട്ട് ഈശോയുടെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകുമെന്ന് പറഞ്ഞു വിട്ടു. പ്രൈസ് ദി ലോർഡ്. ദൈവമേ, 27 വർഷം അവർ പറയാണ് അവിടുന്ന് ധ്യാനം കഴിഞ്ഞു പോയി. ആ മാസം തന്നെ അവൾ ഗർഭിണിയായി. പ്രൈസ് ദി ലോർഡ്. 27 വർഷത്തിന് ശേഷം ഒരുപാട് മിറക്കിൾ. അപ്പോൾ ഈ മിറക്കിൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഉണ്ടായ സംഭവം ആ കുടുംബത്തിലുള്ള മുഴുവൻ 10-100 ഒരുമിച്ച് പിന്നെ ധ്യാനത്തിന് ബുക്ക് ചെയ്യാൻ വരുന്നു. പ്രൈസ് ദി ലോർഡ്. സീറ്റില്ലെന്ന് മാത്രം അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഈശോയെ നന്ദി. ഇതിങ്ങനെ ഒരു ഭയങ്കര വലിയൊരു ബഹളം അടിച്ചു വരും. അപ്പോൾ എനിക്കൊരു സന്തോഷം വെച്ചാൽ ദൈവമേ, അതുകൊണ്ട് ഈ സഭയിൽ നിന്ന് എന്തോ വിശ്വാസം നഷ്ടപ്പെട്ടു പോയവരൊക്കെ ഒന്ന് തിരിച്ചു കയറ്റാൻ കർത്താവ് ഈ കൃപ ഉപയോഗിക്കുന്നുണ്ട്. കഴിഞ്ഞ ആൾ വലിയൊരു മിറക്കിളുണ്ട്, വലിയൊരു മിറക്കിൾ. അതായത് നമ്മുടെ ഇവിടെ ഹോസ്പിറ്റലിലൊക്കെ ഒന്ന് ചികിത്സ ചെയ്തൊരു ഒരു ചേട്ടനാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു പ്രത്യേക രോഗം വന്നതാണ്. അത് ആൾ തലച്ചോറിന് പ്രശ്നം, ലങ്സിന്, ഹാർട്ടിനെല്ലാം പ്രശ്നം, ഉദരത്തിന് പ്രശ്നം. ആളിങ്ങനെ ഭയങ്കരമായിട്ട് പ്രശ്നത്തായി. ഇവിടുന്ന് പിന്നെ അവർ വിട്ടു. അതിനുശേഷം കോട്ടയം മെഡിക്കൽ സെൻറ്ററിൽ കൊണ്ടുപോയി. അവിടെ കുറേ ദിവസങ്ങൾ കടന്നു. അപ്പോഴത്തേക്കും രോഗം കൂടി. ഈ തൊണ്ടയൊക്കെ കടുത്ത് പാരലൈസ്ഡായി, ഭക്ഷണമൊന്നും കഴിക്കാൻ മേല ആൾ പോയി. എന്നിട്ട് അവരവിടെ നിന്ന് നേരെ വൈക്കം ഇൻഡോ അമേരിക്ക ഹോസ്പിറ്റലിൽ കൊണ്ട്. അങ്ങനെ അവർ പറയുന്നത് 37 ദിവസം ICUവിൽ കിട്ടും. 37 ദിവസം കിടന്നവർ ഡോക്ടർമാർ പറഞ്ഞു ഇനി ചികിത്സിച്ചിട്ട് കാര്യമില്ല, കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. ആൾ മരിച്ചു പോകും. അന്ത്യകുദാശ കൊടുത്തു, കംപ്ലീറ്റ് പോയി. അപ്പോൾ അവർ ആംബുലൻസിൽ തന്നെ പൊക്കിയെടുത്ത് ആലയത്തിൽ കൊണ്ടുവന്നു. പ്രസലോഷം സംഭവിച്ചത് തലേക്ക് വെച്ച് ആംബുലൻസിനകത്ത് കയറി ഈശോയുടെ നാമത്തിൽ ഒഴിഞ്ഞ് ബന്ധിച്ചൊരു പ്രാർത്ഥിച്ചു. പ്രസലോഷം ആ നമ്മൾ തെളിച്ചു പോയി. 2 മണിക്കൂർ കഴിഞ്ഞപ്പം ആൾ കണ്ണു തുറന്നു, ആൾ എഴുന്നേറ്റു, ആൾ പരിപൂർണമായിട്ട് സൗഖ്യപ്പെട്ടു. പ്രസലോഷ് കർത്താവ് നേരെ തുറന്നു. അതോടെ ആ ദേശത്തുള്ളവരെല്ലാം പള്ളി കയറാൻ തുടങ്ങി. പ്രസലോഷ്
അതോടെ ആ ദേശത്തുള്ളവരെല്ലാം പള്ളി വരാനും കുർബാനയ്ക്ക് പോകാനും ഭയങ്കര പ്രാർത്ഥനയ്ക്ക് വരാൻ തുടങ്ങി. ഈശോയെ നന്ദി. ഇത് വിശ്വാസം പിടിച്ചു നിർത്തണം. ചില സമയത്ത് സംശയങ്ങൾ മനുഷ്യർക്ക്, അതുകൊണ്ട് കുമ്പസാരയിലോ കുർബാനയിലോ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോവുക, അത് തിരിച്ച് കയറ്റുക. അതുകൊണ്ട് പള്ളിയിൽ വന്നിരിക്കണം. അതുകൊണ്ട് ധ്യാനകേന്ദ്രത്തിൽ വന്നില്ലെങ്കിലും എനിക്ക് ഒരു കുഴപ്പമില്ല, പ്രസലോഷ്. പക്ഷേ ഇടവക പള്ളിയിൽ പോയിരിക്കണം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, ഇടവക ദേവാലയത്തിൽ. അതുകൊണ്ട് വിശ്വാസക്കുറവുള്ളവരൊന്നും ധ്യാനവും കൂടി പ്രാർത്ഥിച്ച് വിശ്വാസം നേടിയെടുത്തുള്ളൂ. പക്ഷേ എന്നിട്ട് വീണ്ടും ദേവാലയം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കേണ്ട, പ്രസലോഷ്, അത്യാവശ്യം കട്ടൻ കാപ്പി കുടിച്ചാൽ മതി. ഈശോയെ നന്ദി. എന്നിട്ട് ഓടുക, ദേവാലയത്തിൽ പോവുക, ദേവാലയത്തിൽ പോയി ബലിയിൽ പങ്കെടുക്കുക, കർത്താവിനെ സ്വീകരിക്കുക. എന്നിട്ട് ഇറങ്ങിയിട്ട് നിങ്ങൾ പണിയോ ഓടുകയോ ഒക്കെ ചെയ്യുക. സന്ധ്യയാകുമ്പം വീണ്ടും ഓടി വീട്ടിൽ കൂടിയിട്ട് അപ്പനും അമ്മയും മക്കളും കൂടെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക, സംസാരിക്കുക, കൂട്ടുകൂടുക, അങ്ങനെ ഇരിക്കുക. അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളെ പിശാച് കൊണ്ടുപോകും. പ്രൈസ് ദി ലോർഡ്. പണം, എനിക്ക് ബിസിനസ്സുണ്ട്, കൃഷിസ്ഥലമുണ്ട്, എനിക്ക് അതുണ്ട്, ഇതുണ്ട്, എനിക്ക് അവിടെ പോകണം, ഞാൻ വലിയ ആളായിപ്പോൾ, അതുകൊണ്ട് എനിക്ക് എൻ്റെ വീട് നോക്കാൻ, ഭാര്യ മക്കളെ നോക്കാൻ. ആളിൽ നിന്ന് പറയും വേറെ ആൾ നിൻ്റെ ഭാര്യയെ നോക്കും, പ്രൈസ് ദി ലോർഡ്. വേറെ ആൾ നിൻ്റെ ഭർത്താവിനെ നോക്കും, പ്രൈസ് ദി ലോർഡ്. വേറെ ആൾക്കാർ നിൻ്റെ മക്കളെ നോക്കാൻ തുടങ്ങും. അതാണ് ഇന്നത്തെ കുഴപ്പം, പ്രൈസ് ദി ലോർഡ്. പല ആളുകൾ കൂടെ നോക്കുമ്പോഴാണ് ഈ പ്രശ്നം മുഴുവൻ. ഒന്ന് കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ് മക്കളെ പോരാഴ്ചത്തിൽ ഹല്ലേലൂയാ. അതുകൊണ്ട് കുടുംബങ്ങൾ അത് അങ്ങനെ നമ്മളോട് വേറെ നോക്കാം. അതുകൊണ്ട് നമ്മൾ കുടുംബത്തിൽ വന്ന് അവരുടെ കൂടെ ഇരിക്കാൻ, അവരെ സംരക്ഷിക്കാൻ, അവരെ സ്നേഹിക്കുവാൻ, ആ കുടുംബം, ക്രൈസ്തവ കുടുംബം, നമ്മുടെ കുടുംബം എപ്പോഴും ഓർക്കണം, നന്ദി പറയണം. കർത്താവേ, അങ്ങയുടെ സഭയിലെ ഒരു കുടുംബമാകാൻ എനിക്ക് ഭാഗ്യം കിട്ടിയില്ലേ, അത് പറഞ്ഞു നന്ദി പറയാൻ സ്നേഹിക്കണം. മാതാപിതാക്കൾ വഴക്കൂടരുത്. മാതാപിതാക്കൾ വഴക്കൂടുന്നിടത്ത് മക്കൾ പൊട്ടിക്കരയും, ആ കുഞ്ഞുങ്ങൾ തകർന്നു പോകും കേട്ടോ. മാതാപിതാക്കൾ ഭിന്നതയുള്ള കുടുംബങ്ങൾ, കുഞ്ഞുങ്ങൾ തകർന്നു പോവുക ഒരിക്കലും പാടില്ല. എന്ത് പ്രശ്നമില്ലെങ്കിലും സഹിക്കണം. എന്നുവെച്ചാൽ ചില പണ്ടൊക്കെ സ്ത്രീകളും അമ്മമാരെ കുത്തിരി സഹിക്കുമായിരുന്നു. ഇന്ന് സഹനം കുറവാണ്, പ്രൈസ് ദി ലോർഡ്. സഹിക്കാൻ ഇഷ്ടമില്ല, സുഖിക്കാനാണ് ഇഷ്ടം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. സുഖിക്കാൻ മാത്രമേ ഇഷ്ടമുള്ളൂ, സഹിക്കാൻ ഇഷ്ടമില്ല. സഹനം എടുക്കണം, സഹനം എടുക്കാതെ ഒരിക്കലും കയറില്ല. അമ്മ സഹിച്ചാൽ മക്കൾ വിശുദ്ധരാകും, പ്രൈസ് ദി ലോർഡ്. നല്ല അമ്മമാർ ഒത്തിരി കണ്ണീര് സഹനം എടുത്തെടുത്തൊന്നും കുഞ്ഞുങ്ങളൊന്നും വഴിതെറ്റി പോകിയിട്ടില്ല കേട്ടോ. അമ്മമാർക്ക് സുഖം വേണം, കൂടുതൽ സുഖം വേണമെന്ന് എന്നോട് വേണമെങ്കിലല്ല കേട്ടോ, പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം അപ്പനും അമ്മയൊക്കെ നന്നായിട്ട് സഹിച്ചാൽ മാത്രമേ ആ കുടുംബത്തിൽ മക്കൾ വിശുദ്ധരായിട്ട് വളരുകയുള്ളൂ. എല്ലാ സുഖവും, ഇന്നലെ ഞാൻ പറഞ്ഞു, എല്ലാ സുഖങ്ങളും ആസ്വദിക്കണമെന്ന് കരുതുന്ന മാതാപിതാക്കൾ മക്കളെ നശിപ്പിച്ച് കളയുന്നുള്ള കാര്യം ഉറപ്പാണ്. ആഡംബരവും വലിയ പ്രത്യേകതയുള്ള ഡ്രസ്സിങ്ങുകളും ലോകത്തിൽ ലൗകികമായ ജീവിത സുഖങ്ങളും എല്ലാം എനിക്ക് വേണം എന്ന് കരുതുന്ന ചില മാതാപിതാക്കളുണ്ട്. അങ്ങനെയുള്ളവർ മാതാപിതാക്കൾക്ക് വരാൻ പോകുന്ന ഏറ്റവും വലിയ അപകടം, അവർക്ക് തങ്ങളുടെ കുഞ്ഞുങ്ങളെ മുഴുവൻ നഷ്ടപ്പെട്ടു പോകും. അവിടെ സഭയോട് ചേർന്ന് ജീവിക്കുക. സഭ അതുകൊണ്ടാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും സൗഖ്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ഞാൻ നേരിട്ട് കാണുന്നത്. ഈശോയുടെ കാണും, കർത്താവിൻ്റെ കൃപയ്ക്ക് നന്ദി പറയുന്നു. ചിലപ്പോൾ ഓർക്കുന്നുണ്ട് പൈശാചിക നമ്മുടെ തിരഞ്ഞെടുക്കപ്പെട്ട മക്കൾ കയറുന്നു. അതിന് കാരണം വേണ്ടാത്ത ബന്ധങ്ങളും കൂട്ടുകെട്ടും ഫ്രണ്ട്ഷിപ്പിലും പോകുന്നതുകൊണ്ട് മാത്രം. അല്ല, ഒരിക്കലും ഈ സംഭവം നമ്മൾ വരില്ല, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ കർത്താവിനെ വിട്ടിച്ച് പോകും, ഈശോയിൽ അകന്നു പോകുന്നുണ്ട്. ഈശോയോട് ചേർന്നിരിക്കുക. അപ്പോൾ അതാണ് യാക്കോബ് ലേഖനം 4:7-8. ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടെ നിങ്ങളോടും ചേർന്ന്. ഏറ്റവും പറയും ദൈവത്തോട് അവിടുന്ന് നിങ്ങളോടും ചേർക്കൊണ്ട്. ദൈവത്തോട്, ഈശോ, സഭയോട്. ബലിയുണ്ട്. ബലിപീഠം ഒരു തമാശല്ല, ബലിപീഠവും സ്ഥലവും. കുഞ്ഞുങ്ങൾക്ക് ഈ ആൾത്താരപാലന്മാർ കുഞ്ഞുങ്ങളുണ്ട്. ചില കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി ബഹുമാനം. അവരെ പള്ളിയിൽ ആൾക്കാരോടൊക്കെ ഭയങ്കര റെസ്പെക്റ്റ് ചെയ്യുന്ന കാണാൻ പറ്റും. തിരിയെടുത്തുകൊണ്ട് പോകുമ്പോഴും ധൂകുറ്റിയെടുത്ത് പ്രാർത്ഥന നടത്തുന്ന സമയങ്ങളിലും അവിടെയൊക്കെ നല്ല നീറ്റായിട്ട് ചെയ്യുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് ആ വിശുദ്ധ വസ്ത്രങ്ങളും ഒക്കെ അവർ തൊടുമ്പോഴൊക്കെ വളരെ പ്രാർത്ഥിച്ചു ഒരുങ്ങി ചെയ്യുന്ന കുഞ്ഞു. അങ്ങനെ വേണം. അല്ലാണ്ട് തിന്മയിലൂടെ നടന്നിട്ട് വേറൊരു കലാപരിപാടിയായിട്ട് മാറ്റിയേക്കരുത്, പ്രൈസ് ദി ലോർഡ്. അതിന് കൊടുക്കേണ്ട ഡ്യൂ റെസ്പെക്റ്റ് അത് കൊടുക്കണം. അങ്ങനെ ബലിപീഠവും ബലിവസ്തുക്കളും അവിടെ എല്ലാത്തിനും അങ്ങനെ കൊടുക്കുമ്പോൾ അതിനകത്ത് അത് തന്നെ അഭിഷേകമാണ്. മെത്രാനെ ബഹുമാനിക്കുമ്പോൾ, ആദരിക്കുമ്പോൾ, സഭയെ കുറിച്ച് നല്ലത് പറയുമ്പോൾ. അപ്പോൾ ചിലരുണ്ട് നമ്മൾ ഇന്ന് ലോകത്ത് ഒത്തിരി ദോഷൈക തിരക്കുകൾ ഒത്തിരി ഉണ്ട്. അവരുടെ കാഴ്ച എങ്ങനെയാണ്? സർവോടത്ത് പറഞ്ഞേ ഹല്ലേലൂയ. പതാകരുത്. സഭയുടെ ആ മഹത്വം അത് അധികാരം, പവറാണ്. അത് ദൈവത്തിൻ്റെ അധികാരം. അപ്പോൾ നമ്മൾ ആ വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ടാണ് ഇവരെ നോക്കേണ്ടത്. അല്ല ലോകത്തിൻ്റെ കണ്ണുകൾ, ലോകത്തിൻ്റെ അധികാരികളുടെ കണ്ണുകൊണ്ടല്ല കാണേണ്ടത്. വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് വേണം നമ്മളവരെ കാണാൻ. ക്രിസ്തു അവരെ എവിടെ നിർത്തിയിരിക്കുന്നു ആ സ്ഥാനത്ത് നമ്മൾ നിർത്തിയിരിക്കണം. കണ്ണുകളടച്ച് പിടിച്ച് കരങ്ങൾ ഉയർത്തിപ്പിടിക്കട്ടെ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചു. എല്ലാ വേദനകളും ദുഃഖങ്ങളെ കൊടുക്കണം. അത്ഭുതങ്ങളുടെ മണിക്കൂറാകട്ടെ. സജീവനായ ദൈവത്തിൻ്റെ പുത്രനായ എൻ്റെ കർത്താവും ദൈവവുമായ, ഞങ്ങളുടെ കർത്താവും ദൈവവുമായ ഈശോ മിശിഹായുടെ പരിശുദ്ധ നാമത്തിൽ കൽപ്പിക്കുന്നു, ഈ കൂട്ടായ്മയിൽ ഓരോ മകൻ്റെയും
ഓരോ മക്കളുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും കുടുംബത്തിലുള്ള സാത്താൻ്റെ അരൂപികളെ കൂട്ടത്തോടെ, രോഗപീഠകളെ കൂട്ടത്തോടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ഈ കൂട്ടായ്മയുള്ള മക്കളുടെ കുടുംബങ്ങൾ രോഗപീഠകൾ, ക്യാൻസർ രോഗങ്ങൾ, തലച്ചോർ സംബന്ധമായ രോഗങ്ങൾ, വിട്ടുമാറാത്ത തലവേദന രോഗങ്ങൾ, ഫിറ്റ്സ് രോഗങ്ങൾ, ഓട്ടിസം, ഹൈപ്പർ ആക്ടിവിറ്റി രോഗങ്ങൾ, ചെവിക്കകത്തുള്ള രോഗപീഠകൾ, കണ്ണിനകത്തുള്ള രോഗപീഠകൾ, വായ്ക്കകത്തുള്ള രോഗപീഠകൾ, ക്യാൻസറുകൾ, ശ്വാസമുട്ടൽ രോഗങ്ങൾ, ഹാർട്ട് സംബന്ധമായ രോഗങ്ങൾ, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, വൻകുടൽ, ചെറുകുടൽ രോഗപീഠകൾ, നട്ടെല്ല് സംബന്ധമായ രോഗപീഠകൾ, ശരീരത്തിന്റെ അസ്ഥികളിൽ, മാംസത്തിൽ, മജ്ജയിലുള്ള രോഗപീഠകൾ ഇവിടെ കൽപ്പിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. യേശുമിശിഹായുടെ നാമത്തിൽ ബന്ധിച്ച് 8:30 ബഹിഷ്കരിക്കുന്നു. എല്ലാത്തിനും ഉദരരോഗങ്ങളോട് കൽപ്പിക്കുന്നു, വൻകുടലിൽ, ചെറുകുടൽ രോഗപീഠകൾ, ഹരണീയ രോഗം, എല്ലാത്തിനും സെക്ഷൽ ഡിസീസുകളോട്, രഹസ്യ രോഗങ്ങളോട് കൽപ്പിക്കുന്നു. കാൽമുട്ടുകൾ, കാൽപാദങ്ങൾ രോഗപീഠകൾ കൽപ്പിക്കുന്നു. കാലിൻ്റെ അസ്ഥികളിൽ, മാംസത്തിൽ, മജ്ജയിൽ, രക്തത്തിൽ രോഗം കൽപ്പിക്കുന്നു. നട്ടെല്ലിൻ്റെ രോഗങ്ങൾ കൽപ്പിക്കുന്നു. ദേഹമാസ രോഗപീഠകൾ കൽപ്പിക്കുന്നു. യേശുമിശിഹായുടെ നാമത്തിൽ 1 യോഹന്നാൻ 3:8 ഇപ്പോൾ അവയെ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ഈ ശുശ്രൂഷയെ, അഭിഷേകത്തെ, ഈ കൂട്ടായ്മയെ, കൃപയുടെ വരത്തെ, അഭിഷേകത്തെ തകർക്കാൻ വരുന്ന എല്ലാ തിന്മയുടെ അരൂപികളുടെ കൂട്ടത്തോടെ കർത്താവായ യേശുമിശിഹായുടെ പരിശുദ്ധ നാമം സങ്കീർത്തനം 118 10-12 ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. 8:31 ബഹിഷ്കരിക്കുന്നു. ഈ ദേശത്തുള്ള കുടുംബങ്ങളിൽ പ്രവർത്തിക്കുന്ന, ഈ വചനം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ പ്രവർത്തനം, ലോകരാജ്യങ്ങളിൽ നിന്നുകൊണ്ട് ഓൺലൈനിലൂടെ ഇപ്പോൾ ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന 10,000-കണക്കിന് മക്കളുടെ മേലെ കുടുംബങ്ങൾ പ്രവർത്തിക്കുന്ന രോഗപീഠകൾ, തകർച്ചകൾ, കുടുംബ പ്രശ്നങ്ങൾ, അന്ധകാരശക്തിയുടെ കൂട്ടത്തോടെ യേശുമിശിഹായുടെ നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. വീണ്ടും കൽപ്പിക്കുന്ന യേശുമിശിഹായുടെ എൻ്റെ അഭിവന്യ പിതാക്കന്മാരുടെ ശ്ലൈഹിക അധികാരത്തോടും അഭിഷേകത്തോടും ഐക്യപ്പെട്ടു നിന്നുകൊണ്ട് എൻ്റെ രൂപതയുള്ള മുഴുവൻ അഭിഷിക്തരുടെയും ആത്മീയ അധികാരത്തോട് പരിപൂർണമായും ഐക്യപ്പെട്ടുകൊണ്ട് കൽപ്പിക്കുന്നു. എൻ്റെ കർത്താവായ യേശുമിശിഹായുടെ നാമത്തിൽ കൽപ്പിക്കുന്നു. പ്രപഞ്ചം മുഴുവനെയും വേട്ടയാടുന്ന സാത്താൻ്റെ അരൂപികളുടെ പ്രവർത്തനങ്ങൾ, വെറുപ്പ്, പക, വിദ്വേഷം, അഹങ്കാര, അഹന്ത, യുക്തിവാദം, നിരീശ്വരവാദം, എതിർചിന്തകൾ, സഭാവിരുദ്ധമായ കാഴ്ചപ്പാട്, ബന്ധനങ്ങൾ, പ്രബോധനങ്ങൾ, ദുഷ്ടാരൂപികളുടെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള പ്രവർത്തനങ്ങൾ, മദ്യപാനത്തിൻ്റെ, പുകവലിയുടെ, മയക്കുമരുന്നിൻ്റെ പൈശാചിക അരൂപികൾ, വ്യഭിചാരത്തിൻ്റെ, സ്വവർഗ സ്വയംഭോഗത്തിൻ്റെ, ബ്ലൂ ഫിലിമിൻ്റെ പൈശാചിക അരൂപികൾ, വഴിവിട്ട ബന്ധങ്ങളുടെ പൈശാചിക ശക്തിപ്രവർത്തനം ഇവ മുഴുവനോട് കർത്താവ് യേശുമിശിഹായുടെ നാമത്തിൽ ബന്ധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Hallelujah.